നമ്മൾ കഴിഞ്ഞ വീഡിയോയില് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു അല്ലെ, ആസിഡ് ബേസിസ് ആൻഡ് സോൾട്ട്. അതിന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമ്മൾ കൊടുത്തു. ആസിഡ്സ് ബേസ് സോൾട്ട് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു. ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ ആസിഡ്സിന്റെ പ്രോപ്പർട്ടീസ്, ബേസിസിന്റെ പ്രോപ്പർട്ടീസ്, സോൾട്ടിന്റെ പ്രോപ്പർട്ടീസ് ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി കണ്ടതാണ്. ഏതൊക്കെയായിരുന്നു കോമൺ ആസിഡ്സ് അറൗണ്ട് us നമ്മൾ പറഞ്ഞു. കേർഡിലുള്ള ലാക്ടിക് ആസിഡ്, പിന്നെ സിട്രസ് ഫ്രൂട്ട്സിലൊക്കെ ഉള്ള സിട്രിക് ആസിഡ്സ്, പിന്നെ വിനീഗർ, നമ്മൾ പിക്കിൾസ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വിനീഗർ, അതേതാ അസറ്റിക് ആസിഡ് ആണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി അല്ലേ. ഇന്ന് എന്താണ് ഒരു ആസിഡ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആസിഡ്സ് ആർ ദ കെമിക്കൽ സബ്സ്റ്റൻസ് വിച്ച് ആർ സോർ ഇൻ ടേസ്റ്റ്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആസിഡ്സ് നമുക്ക് ടേസ്റ്റ് ഒന്നും നോക്കാൻ പറ്റില്ല. എന്നാലും നമ്മൾ കഴിക്കുന്ന നാരങ്ങയിലുള്ളതാണെങ്കിലും തൈരാണെങ്കിലും, അതായത് കേർഡാണെങ്കിലും, ഇതിലൊക്കെ എന്താ ഒരു സോർ ടേസ്റ്റ് ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് പറയാം എന്താ, ആസിഡ്സ് നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഒരു സോർ ടേസ്റ്റ് ഉള്ള സബ്സ്റ്റൻസ് ആണ്. അതേപോലെ നമ്മൾ ആസിഡ് ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ ലിറ്റ്മസ് പേപ്പറിന്റെ കളർ എങ്ങനെയായിട്ട് മാറും? ബ്ലൂ ലിറ്റ്മസ് എന്തായിട്ട് മാറും? റെഡ് കളറായിട്ട് മാറും. നമ്മൾ പറഞ്ഞു ഇൻഡിക്കേറ്റേഴ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ഇൻഡിക്കേറ്റേഴ്സ്, മീഥൈൽ, ഓറഞ്ച്, ഫിനോക്സൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സെല്ലിനെയും ബേസിനെയും തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരാളാണ് എന്ത്, ലിറ്റ്മസ് പേപ്പർ എന്ന് പറയും. ആ ലിറ്റ്മസ് പേപ്പറിന്റെ കളർ ചേഞ്ച് നോക്കിയിട്ടും നമുക്ക് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പൊ നമ്മൾ എടുക്കുന്ന ലിറ്റ്മസ് പേപ്പർ, ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് ആയിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? ഒരു ആസിഡ് ആണ്. അപ്പോൾ ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം സോർ ഇൻ ടേസ്റ്റ് ആണ്. പിന്നെ എന്താ, ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കി മാറ്റും. പിന്നെ അതേപോലെ നമ്മൾ ആസിഡ്സിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്താവും? H+ അയോൺസിനെ റിലീസ് ചെയ്യും. അതായത് ഇപ്പൊ HCl എന്ന് പറയുന്ന ഒരു ആസിഡ് എടുക്കുകയാണ് നമ്മൾ, അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആ ഹൈഡ്രോക്ലോറിക് ആസിഡിനെ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും? അതില് H+ ഉണ്ട് അല്ലെ, H+ഉം Cl- ആയിട്ട് അത് സെപ്പറേറ്റ് ചെയ്യും. H+ അയോൺസിനെ അത് റിലീസ് ചെയ്യും. അപ്പോൾ എക്സാമ്പിൾസ് ഓഫ് ആസിഡ്സ് ഏതൊക്കെയാ? ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്സ്. ഇനി അടുത്തെന്താ? കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വെച്ചപ്പോൾ നമുക്ക് പറയാം സോർ ടേസ്റ്റ് ആണ്. പിന്നെന്താ, ബ്ലൂ ലിറ്റ്മസിനെ റെഡ് കളർ ആക്കും. പിന്നെ അക്വ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്ത് അത് H+ അയോൺസിനെ റിലീസ് ചെയ്യും. ഇനി കെമിക്കൽ പ്രോപ്പർട്ടീസ് ആവുമ്പോൾ എങ്ങനെയാ? റിയാക്ഷൻസ് ആണ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ വേറൊരാളായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴുള്ള പ്രോപ്പർട്ടീസ് അല്ലേ. അപ്പൊ ആദ്യം തന്നെ എന്താ, എങ്ങനെയായിരിക്കും ഒരു ആസിഡ് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ? മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, കുറെ മെറ്റൽസ് ഉണ്ട്. അയൺ, കൊബാൾട്ട്, സിങ്ക്, അങ്ങനെ പറയുന്ന കുറെ മെറ്റൽസ് ഉണ്ട് അല്ലെ. ആ മെറ്റൽസുമായിട്ട് ജനറലി മെറ്റൽസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? സോൾട്ടും ഹൈഡ്രജൻ ഗ്യാസും. അപ്പൊ എന്താ, മെറ്റൽസ് റിയാക്ട് വിത്ത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പറഞ്ഞു. ഇനി അടുത്തത് കെമിക്കൽ പ്രോപ്പർട്ടീസ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ എന്താ, വേറൊരാളായിട്ടുള്ള റിയാക്ഷൻ നടക്കുന്ന ആസിഡ്സ് വേറൊരാളായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? ആദ്യം അതിൽ വരുന്നതാണ് റിയാക്ഷൻ വിത്ത് മെറ്റൽസ്. മെറ്റൽസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? അയൺ, സിങ്ക്, കോപ്പർ, അങ്ങനെ കുറെ മെറ്റൽസ് ഉണ്ട് അല്ലെ. മെറ്റൽസ്, നോൺ മെറ്റൽസ്, അങ്ങനെ പീരിയോഡിക് ടേബിളിൽ ഉള്ളവരാണ് അല്ലെ. അതിൽ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആസിഡ്സ് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുക? ആസിഡ്സ് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഫോം ചെയ്യേണ്ട അവരുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോൾട്ടും ഹൈഡ്രജൻ ഗ്യാസും. ഏതാണോ മെറ്റൽ വെച്ചാൽ ആ മെറ്റലിന്റെ സോൾട്ട് ഫോം ചെയ്യും. എന്നിട്ട് അതിന്റെ കൂടെ എന്തും ലിബറേറ്റ് ചെയ്യും? ഹൈഡ്രജൻ ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ആസിഡ്സ് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ലിബറേറ്റ് ചെയ്യുന്ന ഗ്യാസ് ഏതാന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ ഏത് ഗ്യാസാ? ഹൈഡ്രജൻ ഗ്യാസ് ആണ് ലിബറേറ്റ് ചെയ്യാം. ഇനി അടുത്ത റിയാക്ഷൻ ഏതാ? അടുത്ത റിയാക്ഷൻ മെറ്റൽ കാർബണേറ്റ്സ് അല്ലെങ്കിൽ മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ്. കാർബണേറ്റ്സ് എന്ന് പറയുമ്പോൾ ഏത് കോമ്പൗണ്ടാ? CO3 വരുന്ന കോമ്പൗണ്ട്സിനെയാണ് കാർബണേറ്റ്സ് എന്ന് പറയുന്നത്. മെറ്റൽസ് കാർബണേറ്റ്സ് അല്ലെങ്കിൽ മെറ്റൽ കാർബണേറ്റ്സ് എന്ന് പറയുമ്പോൾ മെറ്റല് അതിന്റെ കൂടെ CO3 ഗ്രൂപ്പ്. മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ്സ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? മെറ്റൽ ഉണ്ടാവും, ഹൈഡ്രജൻ ഉണ്ടാവും, കൂടെ CO3 ഗ്രൂപ്പും ഉണ്ടാവും. അപ്പൊ മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ്സോ ആയിട്ടോ മെറ്റൽ കാർബണേറ്റ്സ് ആയിട്ടോ റിയാക്ഷൻ നടക്കുകയാണ് ആസിഡ്സ്. അപ്പൊ എന്താ ഫോം ചെയ്യുക? സോൾട്ട്, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ.
മെറ്റൽസ് മെറ്റൽ കാർബണേറ്റ്സ് ആയിട്ടോ മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ്സ് ആയിട്ടോ ആസിഡ്സ് റിയാക്ഷനിൽ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോം ചെയ്യുന്നത് എന്തൊക്കെയാ? സോൾട്ട്, അവരുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോൾട്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്, വാട്ടർ, ഇതായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഇത് ഓർത്ത് വെക്കണം. മെറ്റൽ കാർബണേറ്റ്സ്, മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ്സ് ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്നത് എന്തൊക്കെയാ? സോൾട്ട്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോൾട്ട്, പിന്നെന്താ? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്, ഒപ്പം വാട്ടർ. എക്സാമ്പിൾസ് നോക്കണം കേട്ടോ. പിന്നെ ആസിഡും ബേസും. ഇനിയിപ്പോ ഈ ആസിഡും ബേസും തമ്മിൽ തന്നെ റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ ആസിഡും ബേസും തമ്മിൽ നടക്കുന്ന റിയാക്ഷന് പറയുന്ന പേരാണ് എന്ത്? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ന്യൂട്രലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? നമ്മൾ നിർവീര്യമാക്കുക എന്നൊക്കെ പറയില്ലേ? ഒരാളുടെ എഫക്റ്റ് മറ്റേ ആൾ വന്നിട്ട് ഇല്ലാണ്ടാക്കുന്നതിനാണ് നമ്മൾ ന്യൂട്രലൈസ് ചെയ്യാന്ന് പറഞ്ഞത്. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ആസിഡിന് എത്രത്തോളം എഫക്റ്റ് ഉണ്ടോ ആ ആസിഡിന്റെ എഫക്റ്റിനെ ആര് വന്നിട്ട് ഇല്ലാണ്ടാക്കുകയാണ്? ബേസ് വന്നിട്ട് ഇല്ലാണ്ടാക്കുകയാണ്. അപ്പൊ ആസിഡും ബേസും കൂടെ തമ്മിൽ റിയാക്ഷനിൽ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നത് എന്തായിരിക്കും? ഒരു സോൾട്ടും ഒരു വാട്ടറും. സോൾട്ടും വാട്ടറും ആണ് ഫോം ചെയ്യുക. ആസിഡും ബേസും തമ്മിലുള്ള റിയാക്ഷൻ എന്താ? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണ്. അവർ ഫോം ചെയ്യുന്ന പ്രൊഡക്ട്സ് എന്തൊക്കെയായിരിക്കും? സോൾട്ടും വാട്ടറും ആയിരിക്കും. ഇനി അടുത്തത് എന്താ? ആസിഡ് മെറ്റൽ ഓക്സൈഡ്സ്. മെറ്റൽ ഓക്സൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മെറ്റലും ഓക്സിജനും തമ്മിൽ റിയാക്ഷൻ നടത്തി ഫോം ചെയ്യുന്നതാണ് മെറ്റൽ ഓക്സൈഡ്സ്. ആ ഫോം ചെയ്ത മെറ്റൽ ഓക്സൈഡ്സ് നമ്മുടെ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. ആ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്താ? സോൾട്ടും വാട്ടറും ഫോം ചെയ്യും. അപ്പൊ ന്യൂട്രലൈസേഷൻ റിയാക്ഷനിലും പിന്നെ ആസിഡ് മെറ്റൽ ഓക്സൈഡ് ആയിട്ട് നടക്കുന്ന റിയാക്ഷനിലും ഒക്കെ ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്തുതന്നെയാണ്? സോൾട്ടും വാട്ടർ തന്നെയാണ്. അപ്പോൾ ഈ റിയാക്ഷൻസ് എന്തൊക്കെയാണോ ഓരോരുത്തരായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഫോം ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഇത്രയും റിയാക്ഷൻസ് ആണ് ആസിഡ്സിന്റെ കേസിൽ വരുന്നത്. ഇനി വരുന്നതൊക്കെ എന്താ? ബേസിന്റെ കേസസ് ആണ്. ബേസ് ഓരോരുത്തരുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാ? ഇതേപോലെ മെറ്റൽ ഓക്സൈഡ്സ്, മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ്സ്, മെറ്റൽ കാർബണേറ്റ്സ് ഒക്കെ ആയിട്ട് റിയാക്ഷൻ ചെയ്യുമ്പോൾ എങ്ങനെയാ? അതൊക്കെ ആയിരിക്കും നമ്മൾ ഇനി നെക്സ്റ്റ് ക്ലാസ് മുതൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും ഇന്ന് കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. ആസിഡിന്റെ ജനറൽ പ്രോപ്പർട്ടീസ്, അതായത് ഫിസിക്കലും കെമിക്കലും. കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ റിയാക്ഷൻസ്, ഫിസിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ സോർ, ടേസ്റ്റ്, അതൊക്കെ പറഞ്ഞത്. ഇത്രയും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇത് ഇത്രയും പറഞ്ഞത് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, കമന്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.